ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റിൽ ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ എൻ്റെ മനസ്സിലെ വിചാരം എല്ലാം റെഡിയാക്കി ആരെങ്കിലും വെച്ചിരുന്നെങ്കിൽ എന്നാണ് എന്നും. പക്ഷെ നമുക്കങ്ങനെ വെറുതെ ആഗ്രഹിക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ തന്നെ വേണ്ട എല്ലാം ചെയ്യാൻ. അപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെക്കുന്നുണ്ട് ആദ്യം തന്നെ. പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടെ അപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തലേദിവസത്തെ വെള്ളമായിരുന്നു കേട്ടോ. അതുകൂടി ഞാനൊരു കപ്പിനകത്ത് ഇച്ചിരി കുടിക്കാനെടുത്ത് വെച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അഥവാ അവൾ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമില്ലല്ലോ എന്നോർത്ത്. തിളപ്പിച്ച വെള്ളമാണല്ലോ, അതെപ്പോഴും ചൂടായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അവിടെ. അപ്പം ഞാൻ വെള്ളം കൂടെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും ഭാഗം ഞാനില്ലാത്തത്. അപ്പോൾ അത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുന്നതാണ്. അപ്പോൾ വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ജാതിയില എടുക്കാമെന്നും പോയിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ജാതിയിലയും കൂടി അതിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാപ്പിക്ക് ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഇച്ചിരി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് വെച്ചു ഓരോ അടുപ്പിലോട്ട്. പിന്നെ ഓരോ അടുപ്പിലോട്ട് പാലും കൂടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. പിന്നെ പാലും കൂടെ തീയിൽ വെച്ചു. ഒരു അടുപ്പിൽ വെള്ളവും വെച്ചു. അപ്പോൾ വെള്ളം അപ്പുറത്തേക്ക് ആയായിരുന്നു കേട്ടോ. പിന്നെ അരി കഴുകാൻ എടുത്തു കേട്ടോ. പിന്നെ അരിയൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്കും ചായ തിളച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ടു. പിന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കുഴച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും കേട്ടോ, ചപ്പാത്തിക്ക് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് കുഴക്കുന്നത്. ഞങ്ങൾക്കുള്ളൊരു 7 ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. 2 വെച്ച് ഇവിടെ എല്ലാവരും കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്രയാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ മാവൊക്കെ ഏകദേശം കുഴച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി കൂടെ എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴച്ച് ഉരുട്ടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പരത്തിയാൽ മതിയല്ലോ. അപ്പം ഞാൻ ഉരുട്ടുകയും കൂടെ ചെയ്യുന്നുണ്ട് ആ കൂടെ തന്നെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഉരുട്ടി കഴിഞ്ഞ് പിന്നെ ചപ്പാത്തി പരത്താൻ പോവാണ് കേട്ടോ. ആദ്യമൊന്നും എനിക്ക് ചപ്പാത്തി പരത്താൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ പ്രസ്സുണ്ട്, ചപ്പാത്തി പ്രസ്സുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ മറ്റേ കല്ലാണ് കേട്ടോ, കല്ലയിലാണ് പരത്തുന്നത്. അപ്പോൾ ഒരു ലേശം ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അതിലോട്ടിട്ടപ്പം ഇച്ചിരി കൂടിപ്പോയി. അപ്പം ഞാനത് പാത്രത്തിലോട്ട് തന്നെ മാറ്റുന്നതാണ് ഈ കാണുന്നത്. അപ്പോഴത്തേനും ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഭൂപടമായിരുന്നു കേട്ടോ. കാരണം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴത്തേനും ഞാൻ പരത്തുന്നുണ്ട്. ഇപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പരത്തും കേട്ടോ. റൗണ്ടിൽ തന്നെ എനിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പരത്തി ഒരു പാത്രത്തിനകത്തോട്ടാണ് കേട്ടോ വെച്ചത്. കൈകൊണ്ട് ആദ്യത്തെ 2 കൈകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് മാറ്റി. എൻ്റെ കൈയൊക്കെ പൊള്ളി കേട്ടോ. പിന്നെ ഞാൻ തവിയെടുത്തു. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി കറി ഉള്ളി വഴറ്റാമെന്ന് വിചാരിച്ചു. നമുക്ക് വേറെ കറി മുട്ട ഇരിപ്പുണ്ടെങ്കിലും ഒരു മുട്ടയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ മുട്ട കറി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ സവോള വഴറ്റാമെന്ന് വിചാരിച്ച് സവോള അരിയാണ് കേട്ടോ. അപ്പോൾ സവോളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു. പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ആ കൂട്ടത്തിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സവോള വഴറ്റാൻ തുടങ്ങി. അപ്പം ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. ഒരു 3 സവോള കുഞ്ഞതായിരുന്നു. അതെടുത്തപ്പോൾ തന്നെ അരിഞ്ഞപ്പോൾ തന്നെ ഇനി വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ചാറില്ലാതെ ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പാവയ്ക്ക തീയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാവയ്ക്ക വറക്കാനിടുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8-8:30 ആയി കേട്ടോ. പിന്നെ എനിക്ക് വിശന്നു. പിന്നെ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ഇതും കൂടെ കറി വെച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ഞാൻ കഴിക്കാൻ ലേറ്റാവും. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാനത് ഓഫ് ചെയ്തിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഉള്ളിക്കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് പാവയ്ക്ക തീയിലുണ്ടാക്കി ബാക്കി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് ഇത് അവസാനം ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. കുഞ്ഞാപ്പിക്ക് കൊണ്ടുപോകാൻ പപ്പടം വറുത്തു. അപ്പോൾ ഇന്നത്തെ കറി ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുടിക്കാനുള്ള വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. എഴുന്നേൽക്കുന്നതിനനുസരിച്ച് ഇരിക്കും കേട്ടോ രാവിലത്തെ പണികൾ. പിന്നെ ഇത് എല്ലാം ഉണ്ടാക്കിയ പാത്രം കഴുകുന്നതാണ് മെയിൻ. അത് ഒത്തിരി കാണും കേട്ടോ. കഴിച്ച പാത്രവും എല്ലാം കഴുകാൻ കാണും. അപ്പോൾ അത് ഒരു കുറേ നേരത്തെ പരിപാടിയുണ്ട് കേട്ടോ. എല്ലാം കൂടെ കഴിഞ്ഞ് ഒരു 9:30 ആകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കയറും. ഇനിയിപ്പോൾ ഇന്ന് ഇച്ചിരി മൂടലാണ്. അപ്പോൾ തുണി അലക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നായാലും ഇച്ചിരി തുണി ഉണങ്ങിയെടുക്കാനുണ്ട്, അതൊക്കെ വിരിക്കാനുണ്ട്. പിന്നെ ഇതേ പാത്രം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ അടുക്കളയിൽ വിരിച്ചിരുന്ന തുണിയൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് അവിടേക്ക് ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തുണി വിരിക്കാൻ ഇറങ്ങാം. പിന്നെ കുഞ്ഞാപ്പീനെ കുളിപ്പിക്കണം, ഒരുക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അവളെ അംഗനവാടി വിടണം. അപ്പോൾ ഞാൻ അവിടെയും കൂടി ഒന്ന് തൂക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു ഇച്ചിരി വെയിൽ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ തുണിയും കൂടെ വിരിച്ച് കഴിയുവാണെങ്കിൽ പിന്നെ കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചത് തുണി വിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. കൊണ്ട് വിട്ടു. ഞാൻ വന്നിരിക്കുകയാണ്, തുണിയൊക്കെ നോക്കി മഴ പെയ്യുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് വാരാനും കൂടി ഉണ്ട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ പണി രാവിലത്തെ. അപ്പം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.